ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മുടെ ഹെയർ ഗ്രോത്ത് ചലഞ്ചിൻ്റെ 27ാമത്തെ ദിവസമാണ്. ഇതിൻ്റെ ഇടയിൽ കുറച്ചൊന്ന് ഗ്യാപ്പ് വന്നുപോയി. 25ാമത്തെ ഡേ കഴിഞ്ഞിട്ട് എനിക്ക് പിന്നെ വീഡിയോ അപ്ലോഡ് ചെയ്യാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഒരു 2-3 ദിവസം കഴിഞ്ഞു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് അതിന് ഞാൻ ആദ്യം തന്നെ ക്ഷമ ചോദിക്കുകയാണ്. ആരെങ്കിലും എൻ്റെ കൂടെ ഈ ഒരു ചലഞ്ച് ഫോളോ ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ അവരോടാണ് കേട്ടോ. അപ്പം അല്ലാണ്ട് ഇനി ഭാവിയിൽ ആരെങ്കിലുമൊക്കെ കാണുകയാണെങ്കിൽ അങ്ങനെ നിങ്ങൾക്കൊരു മുടക്കം വരത്തില്ല. അപ്പോൾ ഇപ്പം ഈ ഒരു ചലഞ്ച് എടുത്തുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്ക് മാത്രമാണ് ആ ഒരു പ്രശ്നം ഉണ്ടായിട്ടുണ്ടാവുക. അപ്പോൾ അതിന് ഞാൻ നിങ്ങളോട് ക്ഷമ ചോദിക്കുകയാണ്. എനിക്കൊരു ആ ഒരു ഡേ കഴിഞ്ഞിട്ട് അന്നത്തെ ഹെയർ പാക്ക് കഴിഞ്ഞൊരു പിറ്റേ ദിവസം തൊട്ടിട്ട് എനിക്ക് മൊത്തത്തിൽ ഞാൻ ആകെ ഡൗൺ ആയിപ്പോയിട്ട് എനിക്ക് ഹെൽത്ത് വൈസ് ഒട്ടും ഞാൻ ഓക്കെ അല്ലായിരുന്നു. എനിക്കൊന്ന് ഹെയർ പാക്ക് ഉണ്ടാക്കാനോ അത് തലയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാനോ വീഡിയോ എടുക്കാനോ ഒന്നും പറ്റിയ ഒരു അവസ്ഥയായിരുന്നില്ല. അപ്പോൾ ഞാൻ എൻ്റെ മുടിയിലെ ജട പോലും കളഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതുപോലെ തന്നെ കെട്ടിവെച്ചിരുന്നത് അതുപോലെ തന്നെ എൻ്റെ മുടി ഇരുന്നിട്ട് തന്നെ മുടി കൊഴിച്ചിലത് ഇതാണ് ഞാൻ ഇന്നത്തെ ഡേയിൽ ഹെയർ മൊത്തത്തിലൊന്ന് ജട കളഞ്ഞെടുത്തപ്പോഴത്തേക്കും കിട്ടിയ ഒരു മുടി കൊഴിച്ചിലെന്ന് പറയുന്നത്. അപ്പം എനിക്ക് മൊത്തത്തിൽ ഒരു ഡൗൺ ആയിപ്പോയൊരു അവസ്ഥയായിരുന്നു ഒരു 2-3 ദിവസത്തേക്ക്. അപ്പോൾ അതുകൊണ്ടിട്ടാണ് വീഡിയോസും കാര്യങ്ങളൊക്കെ ഒന്ന് ഇല്ലാണ്ട് പോയത് കേട്ടോ. അപ്പോൾ അതിന് ഞാൻ എല്ലാവരോടും ക്ഷമ ചോദിക്കുകയാണ്. അപ്പോൾ ഇന്ന് ഇടേണ്ട ഹെയർ പാക്കും കാര്യങ്ങളൊക്കെ നമ്മൾ കഴിഞ്ഞ ഡേയിൽ, അതായത് 25ാമത്തെ ഡേയിൽ ഇട്ട് കൊടുത്ത അതേ ഹെയർ പാക്ക് തന്നെയാണ്. നമ്മുടെ ആ ഒരു കറിവേപ്പിലയും സവാളയും കൂടിയിട്ടുള്ള ഹെയർ പാക്ക്. അപ്പോൾ അത് ഞാൻ പ്രിപ്പയർ ചെയ്തെടുത്തു. അതിന് ശേഷം മുടിയിൽ സ്കാൽപ്പിൽ ഫുള്ളായിട്ട് എല്ലായിടത്തും ഒന്ന് ഓരോരോ സെക്ഷൻസായിട്ട് എടുത്തിട്ട് എല്ലായിടത്തും ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മളത് കറക്റ്റായിട്ട് കഴിഞ്ഞ വീഡിയോസിൽ കാണിച്ചുകൊണ്ടാണ് പിന്നെ ഞാൻ ഓരോന്നും എടുത്തെടുത്ത് ഇതിനകത്ത് പറയാത്തത് കേട്ടോ. അപ്പോൾ നിങ്ങൾ ആ വീഡിയോ കണ്ടിട്ടില്ല എങ്കിൽ തീർച്ചയായിട്ടും ആ വീഡിയോ കയറി കണ്ടാൽ നമ്മുടെ ഇന്നത്തെ ഹെയർ പാക്ക് എങ്ങനെയാണ് തയ്യാറാക്കേണ്ട കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽഡായിട്ട് ആ ഒരു വീഡിയോയിൽ പറയുന്നുണ്ട്. പിന്നെ എന്താ പറയുക, ഈ ഒരു ഹെയർ പാക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നതിന് മുൻപായിട്ട് ഞാൻ മുടിയുടെ ലെങ്ത്തിലേക്ക് ഓയിൽ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. കൂടാതെ സ്കാൽപ്പിലേക്കും ഈ ഒരു സമയത്താണ് കേട്ടോ അപ്ലൈ ചെയ്ത് കൊടുത്തത്. പിന്നെ മുടി ചീകിയപ്പോൾ കിട്ടിയ ആ ഒരു മുടി കൊഴിച്ചിലും കാര്യങ്ങളൊക്കെ നല്ലോണം വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അതായത് ഒരു 2-3 ദിവസം ഞാൻ കറക്റ്റായിട്ട് ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. മുടിയിലെ ജട അതുപോലെ തന്നെ കെട്ടി ഇരുന്നിട്ടാണ് കേട്ടോ അത്രയും മുടി കൊഴിഞ്ഞിട്ടുണ്ടായിരുന്നത്. പിന്നെ എന്താ പറയുക, ഇൻവേർഷൻ മെത്തേഡും കൂടി ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് നാളത്തെ ഡേയിൽ നിങ്ങൾ ഇന്ന് നൈറ്റ് നിങ്ങൾക്ക് സ്കാൽപ്പിൽ ഓയിൽ അപ്ലൈ ചെയ്തിട്ട് കിടക്കാൻ പറ്റുകയാണെങ്കിൽ അങ്ങനെ ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ പിറ്റേന്ന് നിങ്ങൾ കുളിക്കണതിൻ്റെ 1 മണിക്കൂർ മുൻപായിട്ട് മുടിയുടെ ലെങ്തിലേക്കും സ്കാൽപ്പിലേക്കും കൂടി ഓയിൽ വെച്ച് കൊടുത്തിട്ട് ഹെയർ വാഷ് ചെയ്യാം കേട്ടോ. അപ്പോൾ അതൊക്കെയാണ് ഇന്നത്തെ ഡേയിലെയും നാളത്തെ ഡേയിലെയും കാര്യങ്ങളെന്ന് പറയുന്നത്. പിന്നെ ഇന്ന് നിങ്ങൾക്ക് ഈ ഒരു ഹെയർ പാക്ക് ഇടുന്നതിന് മുൻപായിട്ട് മുടിയുടെ ലെങ്തിലേക്ക് ഓയിൽ വെച്ചിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാം ഈ ഒരു ഹെയർ പാക്ക്. അപ്പോൾ തലേന്ന് നൈറ്റ് നിങ്ങൾ സ്കാൽപ്പിലേക്ക് ഓയിൽ ഇട്ട് കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു ഹെയർ പാക്ക് ഇടുന്നതിൻ്റെ കുറച്ച് ടൈം മുൻപായിട്ട് സ്കാൽപ്പിലേക്കും മുടിയുടെ ലെങ്തിലേക്കും കൂടി ഓയിൽ ഇട്ട് കൊടുത്തിട്ട് വേണം ഹെയർ പാക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഇൻവേർഷൻ മെത്തേഡ് ഏതെങ്കിലും ഒരു ടൈമിൽ ചെയ്ത് കൊടുക്കണം കേട്ടോ. പിന്നെ ഫ്രണ്ട് ഏരിയയിലൊക്കെ നമുക്ക് നന്നായിട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അങ്ങനെ ഞാനിപ്പോൾ സ്കാൽപ്പ് ഫുള്ളായിട്ട് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു പാക്ക് നമുക്ക് സ്കാൽപ്പിലേക്ക് മാത്രം മതിയാകും. ബാക്കി വന്നത് ഞാൻ കുറച്ച് ആ ഒരു സെൻട്രൽ പോർഷനിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് അവിടത്തേക്കൊന്ന് ഡാബ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിന് ശേഷം പിന്നെ എനിക്കുള്ളൊരു ശീലം മൊത്തത്തിലൊന്ന് സ്കാൽപ്പ് ഫുള്ളായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുത്തിട്ട് മുടി മേലെ കെട്ടി വയ്ക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് ഒരു മണിക്കൂർ ഈ ഒരു പാക്ക് അതുപോലെ തന്നെ നമ്മുടെ തലയിൽ വെച്ചേക്കും. അതിന് ശേഷം വെറുതെ വെള്ളത്തിൽ വാഷ് ഔട്ട് ചെയ്ത് കളയാണ് ചെയ്യുന്നത്. ഷാമ്പു കാര്യങ്ങളോ ഒന്നുമില്ല.